ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. സംസ്ഥാനത്ത് കാലവർഷമെത്തി. ഇന്ന് ആലപ്പുഴ, കോട്ടയം, എറണാകുളം എന്നീ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും ബാക്കി ജില്ലകളിൽ യെല്ലോ അലർട്ടും. പേരാമംഗലത്ത് KSRTC സൂപ്പർ ഫാസ്റ്റ് ബസ്സിൽ പ്രസവിച്ച യുവതിയുടെയും കുഞ്ഞിൻ്റെയും തുടർ ചികിത്സ അമല ആശുപത്രി സൗജന്യമാക്കി. ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറിന്റെ സമ്മാനം യുവതിക്ക് കൈമാറി. തൃശൂരിൽ പ്രോട്ടീൻ മാളിൽ പോലീസിന്റെ മിന്നൽ പരിശോധനയിൽ അനധികൃതമായി സൂക്ഷിച്ച മരുന്നുകൾ പിടിച്ചെടുത്തു. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. ശക്തമായ മഴയുടെ ദുരിതത്തിനും മൂടിക്കെട്ടിയ അന്തരീക്ഷത്തിനുമിടയിൽ ആശങ്ക കൂട്ടി സംസ്ഥാനത്ത് കാലവർഷമെത്തി. ഇന്ന് ആലപ്പുഴ, കോട്ടയം, എറണാകുളം എന്നീ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും ബാക്കി ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ്. ഒരാഴ്ച വ്യാപകമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. കേരളത്തിൽ ഇന്ന് കാലവർഷം എത്തിയതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തെക്ക് കിഴക്കൻ അറബിക്കടലിൽ കേരള തീരത്തിന് അരികെ ചക്രവാത ചുഴി രൂപപ്പെട്ടു. കേരളം തീരത്ത് ശക്തമായ പടിഞ്ഞാറൻ കാറ്റ് നിലനിൽക്കുന്നു. ഇതിന്റെ ഫലമായി കേരളത്തിൽ അടുത്ത 7 ദിവസം വ്യാപകമായി ഇടി, മിന്നൽ, കാറ്റ് എന്നിവയ്ക്ക് സാധ്യത. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്കും മെയ് 30 മുതൽ ജൂൺ 3 വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു. സംസ്ഥാനത്തെ മുഴുവൻ ജില്ലകളിലും ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. തിങ്കളാഴ്ച വരെ വ്യാപകമായ മഴ തുടരുമെന്നും മുന്നറിയിപ്പുണ്ട്. മഴ ശക്തിപ്പെടുന്നതിനാൽ സാഹചര്യങ്ങൾ വിലയിരുത്തി മലയോര മേഖലയ്ക്കുള്ള രാത്രിയാത്രകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശിച്ചു. വിനോദസഞ്ചാരികൾക്ക് സുരക്ഷാ മുന്നറിയിപ്പുകൾ എത്തി എന്ന് ഉറപ്പാക്കണം. നിർമ്മാണ പ്രവർത്തനങ്ങളോ അറ്റകുറ്റപ്പണികളോ നടക്കുന്ന ദേശീയപാത, സംസ്ഥാന പാത, മറ്റു റോഡുകൾ എന്നിവിടങ്ങളിൽ സുരക്ഷാ ബോർഡുകൾ യാത്രക്കാർക്ക് കാണുന്ന തരത്തിൽ ഉണ്ടെന്ന് ഉറപ്പാക്കണം. റോഡുകളിൽ കുഴികളോ മറ്റു അപകട സാധ്യതകളോ ഉള്ള ഇടങ്ങളിൽ അടിയന്തരമായി അപകട സാധ്യത ലഘൂകരിക്കാൻ വേണ്ട ഇടപെടൽ നടത്തണമെന്നും ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശിച്ചു. മീഡിയ ടൈം, കൊച്ചി. പേരാമംഗലത്ത് KSRTC സൂപ്പർ ഫാസ്റ്റ് ബസ്സിൽ പ്രസവിച്ച യുവതിയുടെയും കുഞ്ഞിൻ്റെയും തുടർ ചികിത്സ അമല ആശുപത്രി സൗജന്യമാക്കി. തൊട്ടിൽപ്പാലത്തിന് പോവുകയായിരുന്ന KSRTC ബസ്സിലാണ് തിരുനാവായ സ്വദേശിനിയായ 36-കാരി ഇന്നലെ പ്രസവിച്ചത്. അതിനിടെ ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറിൻ്റെ സമ്മാനം യുവതിക്ക് കൈമാറി. KSRTC ബസ്സിൽ യുവതി പ്രസവിച്ച സംഭവത്തിൽ ആശുപത്രി അധികൃതരെ അഭിനന്ദിച്ചും കുഞ്ഞിന് മന്ത്രിയുടെ സമ്മാനവുമായും വ്യാഴാഴ്ചയാണ് KSRTC ഉദ്യോഗസ്ഥർ എത്തിയത്. അമ്മ സെറീനയ്ക്കും കുഞ്ഞിനുമുള്ള പ്രത്യേക സമ്മാനം ജില്ലാ ട്രാൻസ്പോർട്ട് ഓഫീസർ ഉബൈദ് അമല ഡയറക്ടർ ഫാദർ ജൂലിയസ് അറക്കലിന് കൈമാറി. അമല ആശുപത്രിയിൽ എത്തിച്ച അമ്മയ്ക്കും കുഞ്ഞിനും വേണ്ട സഹായങ്ങൾ ചെയ്തവരെ ചടങ്ങിൽ ആദരിച്ചു. അമല ആശുപത്രിയിലാണ് അമ്മയും കുഞ്ഞും. രണ്ടുപേരുടെയും ചികിത്സാ ചെലവ് മുഴുവൻ ഏറ്റെടുക്കുന്നുവെന്ന് ഫാദർ ജൂലിയസ് അറക്കൽ പറഞ്ഞു. അവസരോചിതമായി ബസ് ജീവനക്കാരും ആശുപത്രി ജീവനക്കാരും പ്രവർത്തിച്ചത് കുഞ്ഞിൻ്റെയും അമ്മയുടെയും രക്ഷയായി. ജോയിന്റ് ഡയറക്ടർ ഡെൽജോ പുത്തൂർ, ഗൈനക്കോളജി മേധാവി ഡോക്ടർ അനോജ് കാട്ടുകാരൻ, എമർജൻസി വിഭാഗത്തിലെ ഡോക്ടർ ലീനസ് എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. മീഡിയ ടൈം, തൃശൂർ. പ്രോട്ടീൻ കടയുടെ മറവിൽ സ്റ്റീറോയിഡുകളും രക്തസമ്മർദ്ദം ഉയർത്താനുള്ള മരുന്നുകളും വിൽപ്പന നടത്തിയ സംഭവത്തിൽ തൃശൂരിൽ പ്രോട്ടീൻ മാളിൽ പോലീസിൻ്റെ മിന്നൽ പരിശോധന. ചീഫ് ഡ്രഗ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ അനധികൃതമായി സൂക്ഷിച്ച മരുന്നുകൾ പിടിച്ചെടുത്തു. ഇറക്കുമതി ചെയ്ത മരുന്നുകളാണ് വിദഗ്ധ നിർദ്ദേശമില്ലാതെ ഷോറൂമിലൂടെ വിറ്റഴിച്ചിരുന്നത്. തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർക്ക് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. സീനിയർ ഡ്രഗ് ഇൻസ്പെക്ടർ സാജന്റെ നേതൃത്വത്തിൽ IB ഡ്രഗ് ഇൻസ്പെക്ടർ ധന്യ, ഡ്രഗ് ഇൻസ്പെക്ടർ റനിത എന്നിവരും പരിശോധനയിൽ പങ്കെടുത്തു. അനാബോളിക് സ്റ്റിറോയിഡുകളും BP ഉയർത്തുന്ന ടെനീവ അടക്കം ഇറക്കുമതി ചെയ്ത മരുന്നുകളാണ് പിടിച്ചെടുത്തത്. ഡോക്ടറുടെ നിർദ്ദേശാനുസരണം നൽകേണ്ട മരുന്നാണ് ടെനീവ. ജിമ്മുകളിൽ പോകുന്നവർ ശാരീരികക്ഷമത കൂട്ടുന്നതിനായാണ് ഇവ അനധികൃതമായി ഉപയോഗിക്കുന്നത്. 400 ആംബ്യൂളുകളാണ് പിടിച്ചെടുത്തതെന്ന് ചീഫ് ഡ്രഗ് ഇൻസ്പെക്ടർ സാജൻ പറഞ്ഞു. ഇവയുടെ ദീർഘകാല ഉപയോഗം വന്ധ്യതയടക്കമുള്ള നിരവധി ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടാക്കും. മരുന്നുകൾ പിടിച്ചെടുത്തെങ്കിലും അന്വേഷണം പൂർത്തിയാക്കിയ ശേഷമേ നടപടികൾ വരൂ. മുമ്പ് പാഴ്സലായി കഞ്ചാവ് എത്തിച്ചതിന് കടയുടമ അറസ്റ്റിലായിരുന്നു. ഇയാൾ ജയിലിലാണ്. മീഡിയ ടൈം, തൃശൂർ. VK രാജൻ എക്കാലവും ഓർമ്മിക്കുന്ന പോരാളിയെന്ന് പന്ന്യൻ രവീന്ദ്രൻ.
CPI നേതാവും മുൻ കൃഷി വകുപ്പ് മന്ത്രിയുമായിരുന്ന VK രാജൻ്റെ 28ാം ചരമവാർഷിക ദിനാചരണത്തിൽ VK രാജൻ പുരസ്കാരം ഏറ്റുവാങ്ങി സംസാരിക്കുകയായിരുന്നു പന്ന്യൻ രവീന്ദ്രൻ. VK രാജൻ എക്കാലം ഓർമ്മിക്കുന്ന പോരാളിയെന്നും കമ്മ്യൂണിസ്റ്റുകാരൻ എങ്ങനെ പെരുമാറണമെന്നും പ്രവർത്തിക്കണമെന്നും പഠിപ്പിച്ച നേതാവായിരുന്നു മുൻ മന്ത്രി VK രാജൻ എന്ന് പന്ന്യൻ രവീന്ദ്രൻ പറഞ്ഞു. CPI നേതാവും മുൻ കൃഷി വകുപ്പ് മന്ത്രിയുമായിരുന്ന VK രാജൻ്റെ 28ാം ചരമവാർഷിക ദിനാചരണത്തിൽ VK രാജൻ പുരസ്കാരം ഏറ്റുവാങ്ങി സംസാരിക്കുകയായിരുന്നു പന്ന്യൻ. അവാർഡ് തുകയായ 25,000 രൂപ തൊഴിലാളി കുടുംബത്തിലെ വിദ്യാർത്ഥിയുടെ പഠന ചെലവിനായി സംഘാടക സമിതിയെ അദ്ദേഹം ഏൽപ്പിച്ചു. CPI മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പണിക്കേഴ്സ് ഹാളിൽ നടന്ന അനുസ്മരണ സമ്മേളനം CPI ദേശീയ എക്സിക്യൂട്ടീവ് അംഗം K. പ്രകാശ് ബാബു ഉദ്ഘാടനം ചെയ്തു. CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ് അധ്യക്ഷത വഹിച്ചു. VK രാജൻ സ്മാരക അവാർഡ് പ്രകാശ് ബാബുവിൽ നിന്നും പന്ന്യൻ രവീന്ദ്രൻ ഏറ്റുവാങ്ങി. KG ശിവാനന്ദൻ പ്രശസ്തി പത്രം വായിച്ചു. KP രാജേന്ദ്രൻ, CN ജയദേവൻ, ഷീല വിജയകുമാർ, VR സുനിൽകുമാർ MLA, KV വസന്തകുമാർ, K ശ്രീകുമാർ, CC വിപിൻ ചന്ദ്രൻ, PP സുഭാഷ്, MR അപ്പുക്കുട്ടൻ എന്നിവർ സംസാരിച്ചു. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. ഇനി നാട്ടിൽ നടന്നത്. ശക്തമായ മഴയിൽ ശ്രീനാരായണപുരത്ത് കോളേജിൻ്റെ ചുറ്റുമതിൽ തകർന്നു വീണു. പടിഞ്ഞാറെ വെമ്പല്ലൂർ MES അസ്മാബി കോളേജിൻ്റെ ചുറ്റുമതിലാണ് കഴിഞ്ഞ ദിവസം വൈകിട്ട് തകർന്നു വീണത്. കോളേജിൻ്റെ വടക്ക് ഭാഗത്ത് ശ്രീനാരായണപുരം റോഡിനോട് ചേർന്നുള്ള 150 മീറ്ററോളം ഭാഗമാണ് തകർന്നത്. അപകടത്തിലാർക്കും പരിക്കില്ല. ചാലക്കുടി അതിരപ്പള്ളി റോഡിൽ തുമ്പൂർ മൊഴിയിൽ മുളങ്കൂട്ടം റോഡിന് കുറുകെ വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. ബുധനാഴ്ച വൈകിട്ട് 4:30യോടെയാണ് റോഡരികിൽ ഉണങ്ങി നിന്നിരുന്ന മുളങ്കൂട്ടം റോഡിന് കുറുകെ വീണത്. വനം വകുപ്പ്, പോലീസ്, നാട്ടുകാർ എന്നിവരുടെ നേതൃത്വത്തിൽ JCB ഉപയോഗിച്ച് ഇവ മാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു. അരമണിക്കൂറോളം ഗതാഗതം ഇവിടെ തടസ്സപ്പെട്ടു. അപകട ഭീഷണി ഉയർത്തി കോണത്തുകുന്നിൽ വൈദ്യുതി പോസ്റ്റ്. കോണത്തുകുന്ന് മാവിൻചുവട് പാലപ്രക്കുന്ന് റോഡിലാണ് ഏതു നിമിഷവും മറിഞ്ഞു വീഴാവുന്ന രീതിയിൽ വൈദ്യുതി പോസ്റ്റ് നിൽക്കുന്നത്. നിരവധി ആളുകൾ നിരന്തരം യാത്ര ചെയ്യുന്ന റോഡാണിത്. അപകടമുണ്ടാവുന്നതിന് മുമ്പേ എത്രയും പെട്ടെന്ന് പോസ്റ്റ് സുരക്ഷിതമായി സ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കനത്ത മഴയിൽ ചാലക്കുടിയിലെ പല ഭാഗങ്ങളിലും വെള്ളം കയറി. ഹൗസിംഗ് ബോർഡ് കോളനിയിലെ വീടുകളിലേക്കും വെള്ളം കയറിയിട്ടുണ്ട്. കാനകൾ കവിഞ്ഞാണ് റോഡിലേക്കും വീടുകളിലേക്കും വെള്ളമെത്തിയത്. ചാലക്കുടി നഗരസഭയുടെ കാന നിർമ്മാണത്തിലെ അപാകതയാണ് വെള്ളക്കെട്ടിന് കാരണമായതെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. എറിയാട് പഞ്ചായത്തിലെ 15ാം വാർഡിൽ ഇടിമിന്നലിൽ വീടുകൾക്കും പള്ളിക്കും കേടുപാട് സംഭവിച്ചു. ബുധനാഴ്ച രാത്രിയിലുണ്ടായ മിന്നലിൽ അഴീക്കോട് സെൻറ് തോമസ് ലത്തീൻ പള്ളിക്ക് സമീപം പള്ളിയിലെ ഔസോ സേവ്യറിൻ്റെ വീട്ടിലെ ഇലക്ട്രിക് ഉപകരണങ്ങൾ കത്തി നശിച്ചു. വീടിൻ്റെ ചുവരുകൾക്കും മേൽക്കൂലയ്ക്കും കേടുപാട് സംഭവിക്കുകയും ചെയ്തു. തീകോളം കണക്കെ പതിച്ച ഇടിമിന്നലേറ്റ് വീട്ടുമുറ്റത്തെ തെങ്ങ് കത്തി നശിച്ചതായി വീട്ടുകാർ പറഞ്ഞു. SSLC, +2, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി തലങ്ങളിൽ മാള ഉപജില്ലാതലത്തിൽ ഫുൾ A+ നേടിയവർക്കുള്ള ജില്ലാ പഞ്ചായത്തിൻ്റെ ഉപഹാര വിതരണം ജൂൺ 9 ഞായറാഴ്ച രാവിലെ 10 മണിക്ക് മാള കാർമൽ കോളേജ് ഓഡിറ്റോറിയത്തിൽ നടക്കും. ഇതിനായുള്ള സംഘാടക സമിതി രൂപീകരണം മാള ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്നു. മുൻ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഗവൺമെൻറ് എയ്ഡഡ്, CBSE, സ്റ്റേറ്റ് സിലബസ് എന്നിവിടങ്ങളിൽ നിന്നും 19 സ്കൂളുകളിൽ നിന്നുമായി 800-ലധികം കുട്ടികളെയും 100% വിജയം നേടിയ സ്കൂളുകളെയും ആദരിക്കും. യോഗം ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് PK ഡേവിസ് ഉദ്ഘാടനം ചെയ്തു. സുധാ ദിലീപ് വെള്ളാങ്കല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്. പടിയൂരിലെ രാഷ്ട്രീയ സംഘടനാ പ്രവർത്തനത്തിൽ നിന്നും കേരള മഹിളാ സംഘത്തിൻ്റെ ഇരിങ്ങാലക്കുട മണ്ഡലം ജോയിൻറ്റ് സെക്രട്ടറിയായി CPI പടിയൂർ നോർത്ത് ലോക്കൽ കമ്മിറ്റി അംഗവും കലാസാംസ്കാരിക രംഗത്ത് നിറസാന്നിധ്യവുമാണ് സുധാ ദിലീപ്. ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന സ്വീകരണ സമ്മേളനത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ കുറ്റിപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. മെയ് 30 CITU സ്ഥാപക ദിനത്തിൽ CITU മാള ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുത്തഞ്ചിറ ആശുപത്രിയും പരിസരവും ശുചീകരിച്ചു. ശുചീകരണ പ്രവർത്തനങ്ങൾ CITU സംസ്ഥാന കമ്മിറ്റി അംഗം കോനിക്കര പ്രഭാകരൻ ഉദ്ഘാടനം ചെയ്തു. ഏരിയ സെക്രട്ടറി KV ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായി. MM നൗഷാദ്, IN ബാബു, VK റാഫി തുടങ്ങിയവർ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. DYFI യൂത്ത് ബ്രിഗേഡിൻ്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിക്കുന്ന സ്കൂൾ ക്ലീനിംഗ് ഡേയുടെ ഭാഗമായി അഷ്ടമിച്ചിറ മേഖലാ കമ്മിറ്റി പഴൂക്കര NSLP സ്കൂളും പരിസരവും ശുചീകരിച്ച് വൃക്ഷത്തൈ നട്ടു. DYFI മാള ബ്ലോക്ക് കമ്മിറ്റി ട്രഷറർ TA രാഹുൽ ക്ലീനിംഗ് ഡേ ഉദ്ഘാടനം ചെയ്തു. PV വിനു, MS അക്ഷയ്, VM മിഥുൻ, KV സൈനാജ്, PR രാഹുൽ, VS ശരത്ത്, TM ഹരികൃഷ്ണൻ,
അനൂപ് കുമാർ പാറക്കൂട്ടം, CR അജിത്ത്, MR അഭിജിത്ത്, രതീഷ് വാസു, മാള ഗ്രാമപഞ്ചായത്ത് അംഗം ജിജു മാടപ്പള്ളി, സ്കൂൾ ഹെഡ് മിസ്റ്റർ സന്ധ്യ, പ്രിൻസി എന്നിവർ സന്നിഹിതരായിരുന്നു. മാള കെ കരുണാകരൻ കോപ്പറേറ്റീവ് സ്പിന്നിംഗ് മില്ലിൽ അക്കൗണ്ടർ സെക്ഷനിൽ നിന്നും 29 വർഷത്തെ സേവനത്തിന് ശേഷം വിരമിക്കുന്ന MJ ആൻഡോയ്ക്ക് തൊഴിലാളികൾ യാത്രയയപ്പ് നൽകി. ബോർഡ് മെമ്പർമാരായ മാനാത്ത് രാജേന്ദ്രൻ, PA അസൈനാർ, ടെക്നിക്കൽ മാനേജർ G ശ്രീജിത്ത്, തൊഴിലാളികളായ TY അയൂബ്, അഖിൽ, C സുരേഷ്, AN പ്രവീൺ എന്നിവരുടെ നേതൃത്വത്തിലാണ് യാത്രയയപ്പ് നൽകിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. സംസ്ഥാനത്ത് കാലവർഷമെത്തി. ഇന്ന് ആലപ്പുഴ, കോട്ടയം, എറണാകുളം എന്നീ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും ബാക്കി ജില്ലകളിൽ യെല്ലോ അലർട്ടും. പേരാമംഗലത്ത് KSRTC സൂപ്പർ ഫാസ്റ്റ് ബസ്സിൽ പ്രസവിച്ച യുവതിയുടെയും കുഞ്ഞിൻ്റെയും തുടർ ചികിത്സ അമല ആശുപത്രി സൗജന്യമാക്കി. ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറിൻ്റെ സമ്മാനം യുവതിക്ക് കൈമാറി. തൃശൂരിൽ പ്രോട്ടീൻ മാളിൽ പോലീസിന്റെ മിന്നൽ പരിശോധനയിൽ അനധികൃതമായി സൂക്ഷിച്ച മരുന്നുകൾ പിടിച്ചെടുത്തു. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.